നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഇന്ത്യ എക്സിം ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് ഇന്ത്യ എക്സിം ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ താഴെയായിട്ട് ഇവിടെ കരിയേഴ്സ് എന്നൊരു സെക്ഷൻ ഇവിടെ കാണുവാൻ കഴിയും. ഈ ഒരു കരിയേഴ്സ് എന്നൊരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ ഈ ഒരു കരിയർ പേജിൽ വന്നാൽ തന്നെ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം കറന്റ് ഓപ്പണിംഗ്സ് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഇവിടെ കാണാം. ജോബ് അഡ്വർടൈസ്മെന്റ്, അതുപോലെ റിക്രൂട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് ട്രെയിനീസ്, അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് തുടങ്ങിയുള്ള 2 ലിങ്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റ് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ എത്തരത്തിലായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക്, ഈ ഒരു ഇന്ത്യ എക്സിം ബാങ്കിന്റെ കരിയർ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് റിക്രൂട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് ട്രെയിനീസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എക്സിം ബാങ്ക്. എക്സിം ബാങ്ക് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. യങ് ആൻഡ് ബ്രൈറ്റ് മാനേജ്മെന്റ് ഗ്രാജുവേറ്റ്സ് എന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ റിക്രൂട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് ട്രെയിനീസ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലുടനീളം നിരവധി നെറ്റ്വർക്കുകളിലായിട്ട് 19 ഓഫീസസാണ് ഇന്ത്യയിലും തന്നെ ഓവർസീസ് ആയിട്ടും ഇവർക്കുള്ളത്. മെയിനായിട്ട് ഇവർ നോക്കുന്ന ഫൈനാൻസിങ്ങും ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ഇന്ത്യസ് ഇന്റർനാഷണൽ ട്രേഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ നോക്കുന്നത്. ഓൾ ഇന്ത്യ പ്രീമിയർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് പൊസിഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റുകളിലേക്കാണ് നിലവിൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 27 ഒഴിവുകളും, SC കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 8 ഒഴിവുകളും, ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 4 ഒഴിവുകളും, OBC കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 16 ഒഴിവുകളും, EWS കാറ്റഗറിയിലുള്ളവർക്ക് എക്കണോമിക് വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്ക് 5 ഒഴിവുകളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ ടോട്ടലായിട്ട് 60 മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റുകളിലേക്കാണ് നിലവിൽ എക്സിം ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. ഇനി ഓരോ പോസ്റ്റിനും വേണ്ട മാനേജ്മെന്റ് ട്രെയിനി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് അവർ റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റിനും വേണ്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നത് കോർപ്പറേറ്റ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഓർ പ്രൊജക്ട് ട്രേഡ് or lines of credit or internal credit audit or risk management or compliance or treasury and accounts എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ് ഇവർക്ക് മാനേജ്മെന്റ് ട്രെയിനീസിന് ആവശ്യം. ഇത് ആദ്യത്തെ ഒരു പോസ്റ്റാണ്. ഇനിയും മറ്റ് 2-3 പോസ്റ്റുകൾ കൂടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ MBA അല്ലെങ്കിൽ PGDBA ഫൈനാൻസ് ഓർ ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് MBA അല്ലെങ്കിൽ PGDBA നിങ്ങൾ പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ MBA അല്ലെങ്കിൽ PGDBA കോഴ്സ് നിങ്ങൾ മിനിമം 2 വർഷത്തെ ഫുൾ ടൈം ഡ്യൂറേഷനിൽ പഠിച്ചിരിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കണം. മാത്രമല്ല ഫൈനാൻസ് ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കണം. CA ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രൊഫഷണൽ എക്സാമിനേഷൻ പാസ്സാവണം. അതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ PGDBA നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കേണ്ട ഫൈനാൻസിലോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിലായിരിക്കണം. മിനിമം 60% മാർക്കോട് കൂടിയായിരിക്കണം നിങ്ങൾ ഈ ഒരു കോഴ്സ് പാസ്സാവേണ്ടത്. ഇക്വാലന്റ് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ്സ് വരുന്നത് അത് 60% മാർക്ക് അത്തരത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻ ബോത്ത് ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് 60% മാർക്ക് നിങ്ങൾക്ക് ഡിഗ്രിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ MBAക്കും അതുപോലെ തന്നെ PGDBAക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മാത്രമല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, അതായത് ഈ പറയുന്ന MBA അല്ലെങ്കിൽ PGDBA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി 2019 2020 പാസ്സായ ആളുകൾക്ക് അല്ലെങ്കിൽ MBA PGDBA അവസാന വർഷ എക്സാമിനേഷന് അപ്പിയർ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും റിസൾട്ട്, അതായത് 2021 റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾക്കും ഈ പറയുന്ന പോസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പത്രത്തിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ ഒരു മാനേജ്മെന്റ് ട്രെയിനി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു പോസ്റ്റ് എടുത്ത് മാനേജ്മെന്റ് ട്രെയിനി ലോ എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. അത് എന്തായാലും LLB പാസ്സായ ആളുകൾക്കുള്ളതാണ്. ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ഇൻ ലോ ഓർ LLB, അതായത് ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ഹു ഹാവ് കംപ്ലീറ്റഡ് ഓർ പാസ്ഡ് ദർ ഗ്രാജുവേഷൻ ഇൻ ദ റീസെന്റ് പാസ്റ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും LLB ഏറ്റവും ഒടുവിൽ പാസ്സായ ഫ്രഷ് ഗ്രാജുവേറ്റ്സിനാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. മിനിമം 60% മാർക്കോട് കൂടി നിങ്ങൾ ആ ഒരു LLB പാസ്സായിട്ടുണ്ടായിരിക്കണം. ആ ഒരു ആളുകൾക്കാണ് ഈ പറയുന്ന മാനേജ്മെന്റ് ട്രെയിനി ലോ എന്ന പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അടുത്ത മാനേജ്മെന്റ് ട്രെയിനി ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫൈനാൻസ് ഓർ ഇൻഡസ്ട്രി ഓർ കൺട്രി റിസ്ക് അനാലിസിസ് ആൻഡ് എക്കണോമിക് റിസർച്ച് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ആവശ്യം. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇൻ എക്കണോമിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഓർ ഫൈനാൻഷ്യൽ എക്കണോമിക്സ് ഓർ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ഓർ അഗ്രികൾച്ചർ എക്കണോമിക്സ്. അപ്പോൾ ഇത്തരത്തിൽ ഫ്രഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനാണ് ആവശ്യം. എക്കണോമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ ഫ്രഷേഴ്സിനെയാണ് അവർക്ക് ആവശ്യം. അത് സ്പെഷ്യലൈസേഷൻ ഈ പറയുന്ന ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എക്കണോമിക്സ് അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷനും ഉണ്ടായിരിക്കണം. മിനിമം 60% മാർക്കോട് കൂടി ഈ പറയുന്ന ഡിഗ്രിയും അതോടൊപ്പം തന്നെ PG നിങ്ങൾ പാസ്സായിരിക്കണം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത മാനേജ്മെന്റ് ട്രെയിനി ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്.
മിനിമം 60% മാർക്കോട് കൂടി BE അല്ലെങ്കിൽ BTech ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ മിനിമം 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം 60% മാർക്കോട് കൂടി ഏതെങ്കിലും ഒരു ഡിഗ്രിയും അതോടൊപ്പം MCA കൂടി പാസ്സായിരിക്കണം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 2 കാറ്റഗറിയിൽ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒന്നല്ലെങ്കിൽ BE അല്ലെങ്കിൽ BTech, ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസോ ITയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ BE ഓർ BTech 60% മാർക്കോട് കൂടി പാസ്സായ ആളുകൾക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രിയും അതോടൊപ്പം MCA കൂടി 60% മാർക്കോട് കൂടി പാസ്സായ ആളുകൾക്ക് മാനേജ്മെന്റ് ട്രെയിനി ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത മാനേജ്മെന്റ് ട്രെയിനി ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് ഇൻ ഡിസിപ്ലിൻ വിത്ത് ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ HR ഓർ പേഴ്സണൽ മാനേജ്മെന്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ആളുകൾക്ക് തന്നെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതായത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി HR ഓർ പേഴ്സണൽ മാനേജ്മെന്റിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റിനോടൊപ്പം ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന HR അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റിലാണ് നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കേണ്ടത്. മിനിമം 60% മാർക്കോട് കൂടി നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനും ഇതിനോടനുബന്ധിച്ചുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയും നിങ്ങൾ പാസ്സായിരിക്കണം എന്നാണ് ഇവിടെ വ്യക്തമായി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒഴിവുകളിലേക്കാണ് നിലവിൽ ഗ്രാജുവേറ്റ് ട്രെയിനി എന്ന പോസ്റ്റുകളിലേക്ക് അവർ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. ഗ്രാജുവേറ്റ് ട്രെയിനി അല്ല, മാനേജ്മെന്റ് ട്രെയിനി എന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾക്ക് എന്തായാലും ഇതിൽ നിരവധി ഒഴിവുകളിലേക്ക് PG തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാനേജ്മെന്റ് ട്രെയിനി ഇതിന്റെ കോർപ്പറേറ്റ് സെക്ഷനിലേക്കല്ല, അതുപോലെ തന്നെ മാനേജ്മെന്റ് ട്രെയിനി ലോയിൽ മാത്രം LLB ഡിഗ്രി പാസ്സായ ആളുകൾക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മാനേജ്മെന്റ് ട്രെയിനി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BTech അല്ലെങ്കിൽ BE പാസ്സായ ആളുകൾക്ക് അപേക്ഷിക്കും കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് MCA. അപ്പോൾ മറ്റെല്ലാ പോസ്റ്റുകളിലേക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും PG പാസ്സായ ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അവർക്കത് വളരെ ഉപകാരപ്രദമാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പറയുന്ന വിഷയങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസോ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BE BTech 60% മാർക്കോട് കൂടിയ പാസ്സായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് നൽകുക. കാരണം ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. അപ്പോൾ എന്തായാലും 60% മാർക്കോട് കൂടി നിങ്ങൾ എക്സാമിനേഷനെല്ലാം പാസ്സായിരിക്കണം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നിങ്ങൾ എക്സാമിനേഷൻ, അതായത് ഈ വർഷത്തെ എക്സാമിനേഷൻ ഫൈനൽ എക്സാമിനേഷൻ അപ്പിയർ ചെയ്തതിന് ശേഷം റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്കും അപേക്ഷിക്കാം എന്നാണ് ഇവിടെ വ്യക്തമായി നൽകിയിരിക്കുന്നത്. അതായത് അവരുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ജോയിനിങ് സമയത്തോ നിങ്ങൾക്ക് അത് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾ അച്ചീവ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ എന്തായാലും ഫൈനൽ ഇയർ എക്സാമിനേഷൻ കഴിഞ്ഞ റിസൾട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്ന് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ കാൻഡിഡേറ്റ് ഷുഡ് പോസസ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ഷുഡ് ബി പ്രൊഫിഷ്യന്റ് ഇൻ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ കമ്പ്യൂട്ടർ യൂസേജും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നല്ല രീതിയിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഏജ് ലിമിറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 25 വയസ്സാണ് ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് വരുന്ന ഏജ് ലിമിറ്റ്. SC/ST കാറ്റഗറി ഉള്ളവർക്ക് 30 വയസ്സും OBC കാറ്റഗറി ഉള്ളവർക്ക് 28 വയസ്സുമാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 40,000 രൂപയാണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. മാനേജ്മെന്റ് ട്രെയിനിങ് നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക 40,000 രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുക എന്നുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും മാനേജ്മെന്റ് ട്രെയിനീസ് വിൽ ബി അബ്സോർബ്ഡ് ഇൻ എ ഗ്രേഡ് ഓർ സ്കെയിൽ ജൂനിയർ മാനേജ്മെന്റ് ആസ് ഡെപ്യൂട്ടി മാനേജർ ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ. അപ്പോൾ ഈ പറയുന്ന മാനേജ്മെന്റ് ട്രെയിനീസിനെ പിന്നീട് ജൂനിയർ മാനേജ്മെന്റിന്റെ ഗ്രേഡ് ഓർ സ്കെയിൽ ജൂനിയർ മാനേജ്മെന്റ്, അതായത് ഡെപ്യൂട്ടി മാനേജർ റാങ്ക് വരേക്ക് നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ആ ഒരു ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. 17 ലക്ഷം ആയിരിക്കും നിങ്ങൾക്ക് പെർ ആന്നം ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. എന്തായാലും മാനേജ്മെന്റ് ട്രെയിനിങ് കഴിഞ്ഞ ഈ പറയുന്ന മാനേജ്മെന്റ് ട്രെയിനീസിന് പിന്നീട് നിങ്ങളുടെ ഗ്രേഡ് സ്കെയിലും വർദ്ധിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജൂനിയർ മാനേജ്മെന്റ്, അതായത് ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ചേരുവാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡെപ്യൂട്ടി മാനേജർ വരെ ആവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാ സുഹൃത്തുക്കളും ഡിസംബർ 31 ഇതിൽ പറഞ്ഞിരിക്കുന്ന അവസാന തീയതി, അതായത് ഡിസംബർ 31 മുന്നേ തന്നെ നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന PG, അതുപോലെ തന്നെ BTech BE, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT തുടങ്ങിയ മേഖലയിൽ അത് ഡിഗ്രി പാസ് BTech അല്ലെങ്കിൽ BE പാസ്സായ ആളുകൾക്കും വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 600 രൂപയായിരിക്കും ജനറൽ EWS ആൻഡ് OBC കാൻഡിഡേറ്റ്സിന്. 100 രൂപ ഇൻറ്റിമേഷൻ ചാർജ്. SC/ST PWD കാൻഡിഡേറ്റ്സിന് ഇവിടുന്ന് 100 രൂപയായിരിക്കും ഇൻറ്റിമേഷൻ ചാർജ് ഉണ്ടായിരിക്കുക. അത് നോൺ റീഫണ്ടബിൾ ആണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് ആൻഡ് ഇൻറ്റിമേഷൻ ചാർജ് ഓഫ് 600 rupees ഫോർ ജനറൽ EWS ആൻഡ് OBC കാൻഡിഡേറ്റ്സ്, 100 rupees ഫോർ SC/ST PWD കാൻഡിഡേറ്റ്സ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങൾക്ക് എക്സാം ഫീസ് ഉണ്ടായിരിക്കുക എന്നുകൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അത്തരത്തിലായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്നുകൂടിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ നൽകിയിരിക്കുന്നത്. ഡിസംബർ 31, 2020 അവസാന തീയതി. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ യോഗ്യരായിട്ടുള്ള ആളുകൾ തീർച്ചയായും അപേക്ഷിക്കുക. യോഗ്യരായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് നൽകുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നേരത്തെ കണ്ട ഒരു കരിയർ പേജിൽ തന്നെ പോവാം. ഇവിടെ നമുക്ക് കാണാം കോരിക്കണ്ടം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് കൂടി അവിടെ ഉണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതിവിടെ നൽകിയിട്ടുണ്ട്
ശ്രദ്ധിക്കേണ്ടത് women candidates are exempted from a payment of application fees. However, intimation charges ₹100 shall be applicable. അപ്പോൾ നേരത്തെ കണ്ടതിൽ SC/ST കാറ്റഗറി ഉള്ള ആൾക്ക് മാത്രമാണ് ഈ പറയുന്ന 100 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒരു പ്രത്യേക നോട്ടിഫിക്കേഷനായിട്ട് ഇറക്കിയിരിക്കാൻ ഡിസംബർ 21 ഇറക്കിയതാണ്. അതായത് സ്ത്രീകൾക്കും ഈ പറയുന്ന 100 രൂപ ഫീസ് മതിയായിരിക്കും. സ്ത്രീകൾക്ക് മറ്റേ പേയ്മെന്റ് അതായത് 600 രൂപ അടക്കേണ്ടതിൽ അവർക്ക് 100 രൂപ അടച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The amount will be refunded for women candidates who are already paid the application fees. അതായത് നിലവിൽ 600 രൂപ എല്ലാം അപ്ലിക്കേഷൻ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റീഫണ്ട് ആവുമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എക്സാം ഫീസിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 600 രൂപയായിരിക്കും എക്സാമിനേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. എന്നാൽ SC/ST PWD തന്നെ സ്ത്രീകൾക്ക് 100 രൂപയായിരിക്കും എക്സാമിനേഷൻ ഫീസ് ഉണ്ടായിരിക്കും എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്തായാലും ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് നമുക്ക് ഇവിടെ കാണാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IBPSന്റെ പേജിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നുമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ആദ്യം ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തായാലും ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അവിടെ നിന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇത്തരത്തിൽ 1, 2, 3 ഏകദേശം 6 സ്റ്റേജുകളാണ് നിങ്ങൾക്കുള്ളത്. ബേസിക് ഇൻഫോ നൽകേണ്ടതുണ്ട്. ഫോട്ടോ സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകണം. പ്രിവ്യൂ പിന്നീട് അവർ ആവശ്യപ്പെടുന്ന അപ്ലോഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. അതിനുശേഷം പേയ്മെന്റ് ഓപ്ഷൻ 6ാമത്തെ സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് വരിക. അത്തരത്തിൽ 6 സ്റ്റെപ്പുകളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓരോ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പോവുക. അത്തരത്തിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. നേരത്തെ SBIയുടെ എല്ലാം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് IBPS വഴി നിങ്ങൾ ഇതിൻ്റെയും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഈ ഒരു ചാനൽ ചെയ്തിരുന്നു. അപ്പോൾ SBIൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടി വരിക. SBIൻ്റെ എല്ലാം അപ്ലൈ ചെയ്ത ആളുകൾക്ക് അറിയാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാൻ കഴിയും. ഫോട്ടോ സിഗ്നേച്ചർ നൽകുക. ഡീറ്റെയിൽസ് പ്രിവ്യൂ അപ്ലോഡ്സ് എല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് പേജിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾ എത്ര രൂപയാണോ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ഫീസ് അടയ്ക്കുക. ജനറൽ കാൻഡിഡേറ്റ്സിന് 600 രൂപയും SC/ST PWD വുമൺ കാൻഡിഡേറ്റ്സിന് ഈ പറയുന്ന 100 രൂപയായിരിക്കും ഫീസ്. OBC കാൻഡിഡേറ്റ്സിനും മറ്റുള്ളവർക്കെല്ലാം ഈ വരുന്ന 600 രൂപയായിരിക്കും ഫീസ്. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിലുള്ള പേജിൽ നിന്നുമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ IBPS വഴിയാണ് അപേക്ഷിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഈ ഒരു പേജിൻ്റെ ലിങ്കും ഞാൻ എന്തായാലും നൽകാം. അതായത് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്ക്, അതായത് ഈ ഒരു പേജിൻ്റെ ലിങ്ക്, ഈ പറയുന്ന IBPSന്റെ ഈ ഒരു പേജ് അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടെ നിങ്ങൾക്ക് അവിടെ നിന്ന് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം. എന്തായാലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസംബർ 31 അവസാന തീയതി. അപ്പോൾ എന്തായാലും ഡിസംബർ 31 മുന്നേ തന്നെ ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാ സുഹൃത്തുക്കളും ഇതിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. എല്ലാ പേജുകളുടെയും ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് അതുപോലെ തന്നെ ഈ ഒരു പേജിൻ്റെ ലിങ്കും കരിയർ പേജിൻ്റെ ഇന്ത്യ എക്സിം ബാങ്കിൻ്റെ കരിയർ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.